എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 41 ദശകത്തിലെ 9-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ഭവദ്ദുപുസ്പർശന കൗതുകേന കരാൽക്കരം ഗോപവധൂജനേന നീതസ്ത്വമാതാമ്രസരോജമാലാവ്യാലംബിലോലംബതുലാമലാസീ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ഭവദ്ദുപു, അങ്ങയുടെ ആ കോമളമായ ശരീരം, സ്പർശന കൗതുകേന, ഒന്ന് തൊടാനുള്ള കൗതുകം മൂലം, കരാൽക്കരം, കൈ മാറി മാറി എടുത്തു. ആര്? ഗോപവധൂജനേന, ഗോപസ്ത്രീകൾ. നീത ത്വം, അങ്ങയെ എടുത്തു. ആ താമ്ര സരോജമാല, ഇളം ചുവപ്പാർന്ന താമരത്താരുകളിൽ, വ്യാലംബിലോലംബതുലാം അലാസി, മാറി മാറി പറന്നണയുന്ന ഒരു വണ്ടിൻ്റെ സാദൃശ്യത്തെ കൈക്കൊണ്ടു. അതായത് ഗോപികമാരങ്ങനെ മത്സരിക്കുകയാണ്, എനിക്കൊന്നെടുക്കണം കണ്ണനെ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇവിടെ കൈ മാറി മാറി എടുത്തു എന്ന് പറയുന്നത്. അത് ഒരു വണ്ട് എങ്ങനെയാണോ ഒരു താമരപ്പൂവിൽ മാറി മാറിയിരിക്കുക, ഓരോ താമരപ്പൂവിലും അതുപോലെ തോന്നിച്ചു എന്ന് പറയുകയാണ്. ഇനിയും ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അങ്ങയുടെ സ്പർശത്തിലുള്ള കൗതുകം മൂലം ഗോപസ്ത്രീകളുടെ കരങ്ങളാൽ മാറി മാറി എടുക്കപ്പെട്ട അങ്ങ് ചെന്താമരപ്പൂക്കളിൽ മാറി മാറി ചെന്ന് പറ്റുന്ന വണ്ടുപോലെ പ്രശോഭിച്ചു എന്ന് പറയാണ് ഭട്ടേരിപ്പാട്. ഹരേ കൃഷ്ണ.